വ്യവസായി എം.എ. യൂസഫ് അലിക്ക് മുൻപിൽ ഒരു അപേക്ഷയുമായി എത്തിയ വ്യത്യസ്തനായ ഒരു സംരംഭകനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് സാബു ജോസഫ് എന്നാണ്. കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് സ്വദേശിയാണ്. ഒരു അപകടത്തെ തുടർന്ന് 21-ാമത്തെ വയസ്സിൽ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇദ്ദേഹം സമീപകാലത്ത് സ്വന്തമായി ഒരു കമ്പനി രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് നോക്കാം. ഫോക്കസ് ടിവിയുടെ പ്രേക്ഷകർക്ക് എന്നെ അറിയുമെന്ന് വിചാരിക്കുന്നു. കാരണം 2 മാസം മുമ്പ് ഒരു വാർത്ത എന്നെക്കുറിച്ച് വന്നിരുന്നു. 21-ാമത്തെ വയസ്സിൽ ഒരു അപകടത്തിൽപ്പെട്ട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അങ്ങനെ കണ്ണിൻ്റെ കാഴ്ച പോയെന്നൊന്നും പറഞ്ഞ് ഞാൻ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ യുദ്ധം ചെയ്ത് തന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പം നിലവിൽ വാർക്കത്താറിൻ്റെ ബിസിനസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കത് പോരാ എന്ന് തോന്നിയപ്പോൾ നമ്മളൊരു സൈഡ് ബിസിനസ്സിനെ കുറിച്ച് ആലോചന നടത്തി. അപ്പം ഞങ്ങൾ ഒരു കാര്യം അതിനകത്ത് വികസിപ്പിച്ച് തന്നെ എടുത്തു. നമ്മളൊരു അമീഗോ ഹോം കെയർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ വികസിപ്പിച്ചെടുത്തു. അപ്പം അത് നമ്മൾ ബിസിനസ് പതുക്കെ സ്റ്റാർട്ട് ചെയ്താലും ഞങ്ങൾ തന്നെയാണ് അതിൻ്റെ നിർമ്മാണവും കാര്യങ്ങളും ഞങ്ങളത് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത്. നമുക്കിപ്പോൾ നിലവിലുള്ളത് ഡിറ്റർജൻറ്റ് ലിക്വിഡ്, സ്റ്റിഫനർ, ബാത്റൂം ക്ലീനർ, ഡിഷ് വാഷ്, ഫിനോയിലിൻ്റെ ഒരു 5 ഐറ്റം വെറൈറ്റി ആയിട്ടുള്ള പെർഫ്യൂമുകൾ ചേർത്തിട്ടുള്ള ഒരു 5 ഐറ്റം വളരെ നല്ല ക്വാളിറ്റിയിലൂടെ നമ്മളിപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് തന്നെ നമ്മളത് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഈയിടെയായിട്ട് നമുക്ക് പേപ്പർ ഭാഗമെല്ലാം GSTയും മറ്റ് രജിസ്ട്രേഷനുകളും എല്ലാം പൂർത്തിയാക്കി നമ്മളത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കമ്പനി എല്ലാം രജിസ്റ്റർ ചെയ്തു. താങ്കൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? അതെ, എൻ്റെ മേൽനോട്ടത്തിലാണ്. ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ തന്നെ ചെയ്താലേ എനിക്ക് അതിനൊരു തൃപ്തി വരുള്ളൂ. അത് ജോലിക്കാരുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ തന്നെ ചെയ്തെല്ലാം കണ്ടില്ല അതെല്ലാം തൊട്ടും അല്ലാതെ മണമൊക്കെ എടുത്തൊക്കെ ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ എനിക്കത് തൃപ്തി വരുള്ളൂ. നിലവിൽ ഈ കമ്പനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പേപ്പർ ജോലികളെല്ലാം പൂർത്തിയാക്കി. അതൊക്കെ താങ്കളുടെ മേൽനോട്ടത്തിൽ തന്നെയാണ്? അതെ, എല്ലാം എൻ്റെ മേൽനോട്ടത്തിൽ തന്നെ. കമ്പനി എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ പേര് തന്നെയാണ്. GST രജിസ്ട്രേഷൻ അതിനനുബന്ധം വേണ്ട സർട്ടിഫിക്കറ്റുകളെല്ലാം നമ്മളത് കൈവശം വെച്ചിട്ടുണ്ട്. പ്രോഡക്റ്റുകൾ വിപണിയിൽ എത്തി തുടങ്ങിയോ? പ്രോഡക്റ്റുകൾ വിപണിയിലെത്തിയപ്പോൾ ഞങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആദ്യം വിചാരിക്കുന്നത് ഇത് കടകളിൽ എത്തിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാഫിനെ വെച്ച് കടകളിൽ എത്തിച്ചുകൊണ്ട് പൈസ പിരിക്കാം എന്നുള്ള രീതിയിൽ നിന്നിപ്പം ഞങ്ങളതൊരു കടകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വെച്ചിട്ട് ഒരാഴ്ച എല്ലാവരും ക്രെഡിറ്റാണ് പറയുന്നത്. അപ്പം നമ്മളത് വലിയ തോതിൽ സാധനം കടകളിലേക്ക് ഇറക്കി. പക്ഷേ ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, കടകളിൽ സാധനം വിറ്റ് തീർന്നാൽ പോലും ഞങ്ങൾക്ക് പേയ്മെൻറ്റ് തരികയില്ല ഇവർ. അതൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് ഞങ്ങളെ കൊണ്ട് നിർത്തി. കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് നിരവധി പൈസ പോയി. കാരണം ഒരു 1000 രൂപയ്ക്ക് വേണ്ടിയിട്ട് പോലും ഞങ്ങൾ 500 രൂപയുടെ പെട്രോൾ അടിച്ച് ആ പൈസയ്ക്ക് പിരിക്കാൻ നടക്കണം. അത് നമുക്ക് കിട്ടാതെ വരുന്നതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു. കഴിഞ്ഞ 2 മാസമായിട്ട് ഞങ്ങൾ സത്യത്തിൽ നിർത്തി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പുതിയ പ്രൊഡക്ഷനൊക്കെ വന്നു കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത് എന്നാ വെച്ചാൽ, വ്യവസായി എം.എ. യൂസഫ് അലി സാറിന് ഇതിൻ്റെ ആരെങ്കിലും ഈ ന്യൂസ് വാർത്ത കാണുമ്പോൾ ഒന്ന് ശ്രദ്ധയപ്പെടുത്തുക. അവരുടെ മാളുകളിലേക്കൊക്കെ ഇത് ഒന്ന് വെക്കാൻ പറ്റിയാൽ ഇത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. അതുതന്നെയല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു 4-5 തൊഴിലാളികളും ഉണ്ട്. ഈ വാർത്ത വരുന്നതിനൊക്കെ അനുസരിച്ച് കൂടുതൽ ആൾക്കാർ തൊഴിലുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ അന്വേഷിക്കുകയും വിളിക്കുകയും വരികയൊക്കെ ചെയ്യാറുണ്ട്. വലിയ സന്തോഷം. പരമാവധി ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കണം എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. അതിനകത്തൊരു തൊഴിലാളിയായിട്ട് എനിക്കും നിൽക്കണമെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പം ആരെങ്കിലും വാർത്ത ശ്രദ്ധയപ്പെടുന്നവർ ഒന്ന് യൂസഫ് അലി സാറുമായിട്ട് ഒന്ന് കണക്ഷനുള്ള ആൾക്കാരാണ് ഒന്ന് പരിചയപ്പെടുത്തിയാൽ, പ്രോഡക്റ്റൊക്കെ പരിശോധിച്ചിട്ട് മതി. ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം ഞങ്ങൾക്കൊരു ബിസിനസ് തന്നാൽ മതി. അതുപോലെ വലിയ മറ്റ് സൂപ്പർ മാർക്കറ്റിലുള്ളവരുടെ എല്ലാം ശ്രദ്ധയപ്പെടുവാണെങ്കിൽ, ഞങ്ങളുടെ പ്രോഡക്റ്റ് ഒന്ന് എടുക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് അതൊരു വലിയ ജീവിതമാർഗ്ഗമാകും. എന്നെ ചുറ്റി നിൽക്കുന്ന കുറേ ഭിന്നശേഷിക്കാർ ഉണ്ട്. അവർക്കും അതെല്ലാം വലിയൊരു സഹായമാകും. പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ടും ഈ ബിസിനസ് ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാവിയിൽ ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരും 10% ആൾക്കാർക്കൊക്കെ സർക്കാർ ജോലിയൊക്കെ കാണുള്ളൂ. ബാക്കി ഒത്തിരി വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം കണ്ടുപിടിച്ച് ഈ ലാഭത്തിൻ്റെ ചെറിയൊരു വിഹിതം അവരുടെ കൈകളിലേക്ക് ഭദ്രമായിട്ട് എത്തിക്കണം എന്നുള്ളൊരു വലിയ ആശയവും എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഉടനെയല്ല, ഭാവിയിൽ മുമ്പോട്ട് അങ്ങനെ ഒരു വലിയ ആശയം കൂടെ എൻ്റെ മനസ്സിലുണ്ട്. താങ്കൾ ഈ വ്യവസായി എം.എ. യൂസഫിലെ നേരിട്ട് കാണാനുള്ള ശ്രമങ്ങളൊക്കെ പലതവണ നടത്തിയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സാറിൻ്റെ വീടിൻ്റെ അവിടെ നാട്ടികയിൽ 2-3 പ്രാവശ്യം ഞാൻ അവിടെ ചെന്നിരുന്നു. പക്ഷെ നമുക്കവിടെ ഒന്നും ആരെയും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവിടെ വന്നു പോകും എന്നുള്ളതല്ലാതെ നമുക്കൊരു തരത്തിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഇത് പെട്ടാൽ ഒന്ന് സാറുമായിട്ട് ഈ വിവരങ്ങളൊന്ന് ധരിപ്പിച്ച് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഒന്ന് വെച്ചാൽ, സാറിൻ്റെ മാളുകളിലെല്ലാം ഈ പ്രോഡക്റ്റ് വിറ്റ് പോകുന്നുണ്ട്. അത് വെക്കണ്ട, ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് ഉറപ്പ് വരുത്തി, പേപ്പർ എല്ലാം ഉറപ്പ് വരുത്തി എല്ലാം പക്കായാണ് ഓക്കെ ആണെന്ന് നോക്കി മാത്രം ഞങ്ങൾക്ക് ആ ബിസിനസ് തന്നാൽ മതി.
അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ വേറെ ഒരിടത്തും ഇതിൻ്റെ ഒരു വിപണി തപ്പി അലഞ്ഞു നടക്കേണ്ട കാര്യമില്ല. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ പരിമിതി വെച്ച് എനിക്ക് കടകളിൽ കയറി ഇത് വേണോ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പോകാൻ പറ്റില്ല, എൻ്റെ കൂടെ ഒരാൾ വേണം. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പോൾ നമുക്കത് വിപണനം വലിയ പ്രശ്നമായിട്ട് മാറുവാണ്. നിലവിൽ ഒരു ചെറിയ വീട്ടിലാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. ആ വീട്ടിൽ വെച്ച് താങ്കളും ഭാര്യയും കുറച്ച് ജീവനക്കാരും ചേർന്നിട്ടാണ് ഈ പ്രോഡക്റ്റുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ നിലവിൽ ഞാനും ഭാര്യയും കൂടാതെ 3 തൊഴിലാളികൾ കൂടിയാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പം നിരവധി ആൾക്കാർ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു വാർത്ത പുറത്തേക്ക് പറയുന്നുണ്ട്. ഒത്തിരി സ്ത്രീകൾ ജോലിയില്ലാതിരിക്കുന്ന വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ജോലി തരാമോ എന്ന് ചോദിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് സമീപിക്കാറുണ്ട്. അപ്പം ഞങ്ങളത് ചെയ്തു കൊടുക്കാം, തരാം, ആരെ നിരുത്സാഹപ്പെടുത്തി വിടുന്നില്ല. അപ്പം അതിനനുസരിച്ച് കമ്പനി നമുക്ക് വളരണം. കമ്പനി വളർന്ന് വലിയൊരു രീതിയിലേക്ക് മാറ്റി ഇപ്പം ഇരിക്കുന്ന ഈ റൂമിൽ നിന്നൊക്കെ മാറി വലിയൊരു ബിൽഡിങ്ങിലോട്ടൊക്കെ മാറി ആ ഒരു ലെവലിലേക്കൊക്കെ വരണമെങ്കിൽ നമുക്ക് അതിന് വലിയൊരു വിപണി കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഉള്ളത്. ഈ വാർത്ത കാണുന്ന ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. കാരണം ഈ വിവരങ്ങൾ പരിചയമുള്ള ഒരു MA യൂസഫലി സാറിൻ്റെ അടുത്തേക്ക് ഒന്ന് കൃത്യമായിട്ട് എത്തിക്കുകയും എത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് വലിയ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അത് എനിക്കും കുടുംബത്തിനും എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ജോലി തരാവുന്ന നാളെ അല്ല അടുത്ത മാസം ജോലി തരാമെന്നൊക്കെ പറഞ്ഞ് വെയിറ്റിംഗ് നിൽക്കുന്നത്. അപ്പോൾ അവരെല്ലാം ഉൾപ്പെടുത്തി വലിയൊരു കമ്പനിയായിട്ട്. അപ്പോൾ അത് കുറേ കുടുംബങ്ങൾക്ക് ഒരു ജീവിതമാർഗ്ഗമാവും. അപ്പോൾ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് സ്വദേശിയാണ് സാബു ജോസഫ്. ഇദ്ദേഹത്തിൻ്റെ 21ാമത്തെ വയസ്സിൽ ഒരു അപകടത്തെ തുടർന്നാണ് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടത്. പക്ഷേ വിധിക്ക് മുൻപിൽ തോറ്റുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. വാർക്കത്തകിടുകൾ വാടകയ്ക്ക് നൽകിയാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. അതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം എത്തിയപ്പോഴാണ് അമീഗോ ഹോം കെയർ എന്ന പേരിൽ പുതിയൊരു കമ്പനിക്ക് അദ്ദേഹം രൂപം നൽകിയത്. പക്ഷേ ഇത്തരത്തിലൊരു വ്യക്തി, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയുടെ കമ്പനിയാണ്, അദ്ദേഹമാണിത് ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടും സാധനങ്ങൾ വാങ്ങി വിൽക്കുന്ന കടക്കാർ അല്ലെങ്കിൽ കച്ചവടക്കാർ കൃത്യമായി പണം നൽകാതെ തന്നെ വഞ്ചിക്കുകയാണ് എന്നാണ് സാബു ജോസഫ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് വ്യവസായ പ്രമുഖൻ MA യൂസഫലിക്ക് മുൻപിൽ ഇത്തരമൊരു അപേക്ഷയുമായി സാബു ജോസഫ് എത്തിയത്. കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.